ടൂറിസ്റ്റ് ഫാമിലി. അഭിഷിന്ത് ജീവന്ത് ഡയറക്റ്റ് ചെയ്ത് മഹാലിംഗം ശിവകുമാർ സിമ്രാൻ ജോഡികളുടെ ലീഡ് റോളിൽ വന്ന ഒരു മൂവി. അയ്യോ, ഒരു ചെറിയ മൂവി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ, നമ്മളൊരു തിയേറ്ററിൽ ഒരു സാധനം എക്സ്പെക്ട് ചെയ്ത് പോകില്ലേ, ആ എക്സ്പെക്ട് ചെയ്ത് പോകുന്ന സാധനം നമുക്ക് കിട്ടുമ്പോ ഉണ്ടാകുന്ന ഒരു സംഭവമില്ലേ, നമുക്ക് ആ ഒരു സംഭവം വേറെ ലെവല് പടവും. ഇതിലെനിക്ക് എടുത്തു പറയണമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. കമലേഷ് ജഗൻ എന്ന് പറഞ്ഞ ഒരു പയ്യൻ, ഒരു ചെറിയ പയ്യൻ, ഒരു 7ാം ക്ലാസ് ആ ഒരു ലെവലിലൊക്കെ പഠിക്കുന്ന പയ്യനായിട്ട് നമുക്ക് തോന്നുള്ളൂ. പക്ഷെ ആ പയ്യന്റെ ഡയലോഗ് ഡെലിവറി, ആ ചെക്കൻ ആക്ട് ചെയ്യണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ശരിക്കും ചിരിച്ചിരിച്ച് ആദ്യം തുടങ്ങി അവസാനം വരെ ചിരിയാ. സീരിയസ് സിറ്റുവേഷനിൽ പോലും ഈ ചെക്കൻ നമ്മളെ ചിരിപ്പിച്ചെടുക്കണേ. ആ ചെക്കന്റെ ആക്ടിങ് എന്റെ പൊന്നു ഒന്നും പറയാനില്ല. യോഗി ബാബുവിനെയൊക്കെ സൈഡാക്കിയിട്ട് ചെക്കൻ കാട്ടിക്കൂടുന്നത് എന്റെ പോരെ വേറെ സാധനം കേട്ടാ, അടിപൊളി. എന്റെ പോരെ നീ ഇതെന്റെ റിവ്യൂ കാണുമെന്ന് എനിക്ക് തോന്നല്ല, പക്ഷെ എനിക്ക് നിന്നോട് പറയണമെന്ന് തോന്നി. അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. കാരണം നമ്മള് തിയേറ്ററിൽ നമ്മളൊരു സാധനം എക്സ്പെക്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആ സാധനം കിട്ടുമ്പോ ഉണ്ടാവുന്ന ഒരു ഫീൽ ഇല്ലേ. ശരിക്കും കഥയൊന്നും ഇല്ല ഇതിനകത്ത്, കഥ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ശ്രീലങ്കൻ ഫാമിലി ഒരു കടൽ കടന്നിട്ട് രാമേശ്വരത്ത് ഒന്ന് ഇറങ്ങുന്നു. അതിനുശേഷം അവർ സർവൈവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങൾ. അതിന്റെ ഇടക്ക് ഈ മഹാലിംഗം ശിവകുമാറിന്റെ ഒരുപാട് നമ്മൾ കുറെ പടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും പുള്ളിയുടെ ഇതൊരു വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാ. പുള്ളിയുടെ ആക്ടിങ്ങും അടിപൊളി, ഒന്നും പറയാനില്ല. പിന്നെ സിമ്രാന് നമുക്ക് ഈ ഒരു ലെവലിലൊക്കെ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഫുൾ ഓൺ ഫുൾ പവർ. അത്ര നമുക്ക് ഇതിനകത്ത് നമുക്ക് കുറച്ച് റൊമാൻസും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് ഇതിനകത്തൊരു പ്രപ്പോസൽ സീനൊക്കെ ഉണ്ട്, അത് അടിപൊളിയായിരുന്നിട്ടാ. അത് വേറെ ലെവലിൽ സാരം. ശരിക്കും നമ്മൾ ആദ്യം തുടങ്ങി അവസാനം വരെ നമ്മൾ ചിരിച്ചിരിച്ചിരി. പിന്നെ നമ്മൾ ഭയങ്കര സെന്റിമെന്റ്സിലേക്കുള്ള ഒരു സീനൊക്കെ ഉണ്ടാവും. ആ സീനിന്റെ ഇടയിൽ ഈ ചെക്കൻ കാടി കൂടുന്നത് എന്റെ പൊന്നോ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അവസാനം നമുക്ക് ഈ കഥേനെ കുറിച്ച് പറയണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനത്തെ ഒരു പടമൊക്കെ വന്നിട്ട് അത് തിയേറ്ററിൽ പോയി കാണാൻ ഇത്ര വൈകിയല്ലോ എന്ന് ഓർത്തിട്ട് ചെറിയ വിഷമമുണ്ട്. അതേപോലെ ഈ പടം തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ട് ഒരു സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള പടങ്ങൾ ആരും അധികം PR വർക്ക് ചെയ്തിട്ട് ഇതൊന്നും ബൂസ്റ്റ് ചെയ്യണം അത് ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെയാണ് നമ്മൾ വിജയിപ്പിക്കേണ്ടത്. കാരണം നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ, തമിഴൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ പറ്റിയൊരു സാധനമാണ് ഇത്. പോയി ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, കുറച്ച് ദിവസം കൂടെയൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം ഇങ്ങനെയുള്ള പടങ്ങൾ ആരും വിജയിപ്പിക്കുന്നു. ഈ ക്ലൈമാക്സിനോടെ കിടക്കുമ്പോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ തന്നെ കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അവസാനം ക്ലൈമാക്സ് കൊണ്ട് നിർത്തിയേക്കുന്ന രീതിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഈ പടം ആരും ഒന്നും മിസ് ചെയ്യരുത്. അടുത്തുള്ള തിയേറ്ററിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോയി കണ്ടോ, വെർത്താണ്. നിങ്ങൾക്ക് ആദ്യം തുടങ്ങി അവസാനം വരെ നിങ്ങൾക്ക് പടം ചിരിച്ച് നൈസ്. കാരണം ഒരു അടിപൊളി പടം, ഒരു കൊച്ചു പടം. പിന്നെ നമുക്ക് കുറെ വിജയ് റെഫറൻസ് ഉണ്ട് ഇതിനകത്ത്. അതേപോലെ സിമ്രാന്റെ പണ്ടത്തെ കുറച്ച് ഒരു ചെറിയൊരു ഡാൻസും കാര്യങ്ങളൊക്കെ കാണാം. അതൊക്കെ നൈസ്, അടിപൊളി. എന്തായാലും അടുത്തുള്ള തിയേറ്ററിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണുക. അത് കുറച്ച് സെന്റിമെന്റ് സീനൊക്കെ ഉണ്ട്. അപ്പനും മകന്റെയും കൂടി തെറ്റിദ്ധാരണ മാറുന്ന കുറച്ച് സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ഒരു ഇമോഷണൽ സീനിന്റെ ഇടയിൽ അതിന്റെ ഇടയിൽ ഭയങ്കര ഇമോഷണൽ ഒക്കെ ആയിരുന്ന സമയത്ത് ഈ ചെക്കന്റെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയാണ്. നമ്മള് സത്യം പറയുകയല്ലോ, ആയതൊരു അവസരം നല്ല എൻജോയ്മെന്റാ. ഡൈസ് കൊള്ളാം, പടം കൊള്ളാം. അപ്പൊ എന്തായാലും അടുത്തുള്ള തിയേറ്ററിലൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ മൂവി ഉണ്ടെങ്കിൽ പോയി കാണുക. അപ്പോ അതിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതൊക്കെ കമന്റ് ചെയ്യുക. ഞാൻ ഈ പടത്തിന് ഒരു റേറ്റിംഗ് കൊടുക്കണമെങ്കിൽ ഒരു 4.5 കൊടുക്കാൻ പറ്റും. കാരണം അത്ര അടിപൊളി പടമോട് നല്ലൊരു തിയേറ്ററിൽ പോയി കാണുക, എൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്.